പെൻഡിങ്ങിൽ കിടക്കുന്ന ചില വാഗ്ദാനങ്ങൾ പുറത്തു വരികയാണ്. ആർത്തി ഉള്ളവന് ഭക്ഷണം ആർത്തിയോടെ ഭക്ഷിക്കും. ആർത്തി ഉള്ളവന് ഭക്ഷിക്കും. ഇവിടെ കർത്താവിന്റെ ദാസനെ എന്ന് ഇവിടെ പാട്ട് പാടുന്നത് സൈന്യത്താലല്ല ശക്തിയാലുമല്ല, എന്റെ ആത്മാവിന്റെ ശക്തിയാലെന്ന് ആ പാട്ട് പാടി വർഷിപ്പ് നടത്തുകയാണ് എന്ന് ദൈവശക്തിയെ കുറിച്ചാണ് ഇവിടെ വിളമ്പിയത്. അവൻ ആദ്യം പറഞ്ഞ അഭിഷക്തനാണ്. ആ വചനം തന്നെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മേ ഈ ദൈവശക്തിയില് അമ്മേ കാലൂന്ന് എഴുന്നേറ്റ് നിൽക്കും. ദൈവസഭ കാലൂന്ന് എഴുന്നേറ്റ് നിൽക്കും. ദൈവകുടുംബങ്ങൾ കാലൂന്ന് എഴുന്നേറ്റ് നിൽക്കും. അഭിഷക്തനെ കാറ്റിനെ നോക്കി പ്രവചിക്കണം, അസ്ഥിയെ നോക്കി പ്രവചിക്കണം. ഇതുവരെ കാണാത്ത രാജ്യങ്ങളിലെ കാലൂന്ന് എഴുന്നേറ്റ് നിൽക്കും. അമ്മേ വലിയൊരു കൊയ്ത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കണം. പെൻഡിങ്ങിൽ കിടന്ന ചില വാഗ്ദാനങ്ങൾ പുറത്തു വരികയാണ്. ഇന്ന് പകൽക്കാലം ആരാധന അവസാനിക്കുന്നതിന് മുമ്പ് ആത്മപവറിലേക്ക് ആത്മശക്തിയാലേക്ക് അമ്മേ പറഞ്ഞു ഈ ശക്തി സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ദൈവം ഇടപെടുകയാണ്. പക്ഷേ സൈന്യത്തെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത്, ശക്തിയെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് ആമേ ശക്തിയാലും ഇത് ആത്മശക്തിയാൽ ചെയ്യുന്നു. ആമേ ഈ കാലഘട്ടം ആമേ ഈ കാലഘട്ടം ആത്മാവിന്റെ കാലഘട്ടം. ഇത് കൃപയുടെ കാലം. ഇത് കൃപയുടെ കാലഘട്ടം. ഇത് ആത്മാവിന്റെ പരിവർത്തനം. ആത്മാവിന്റെ പരിവർത്തനം നടക്കുന്ന കാലഘട്ടമാണ്. ആമേൻ. എന്റെ സാക്ഷി ഒരു വാക്ക് പറഞ്ഞോട്ടെ. ആമേൻ. ജീസസ് എന്റെ യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാൻ ജീവിക്കുന്നു. ഈ ഒരൊറ്റ സാക്ഷ്യമേ എനിക്ക് പറയാനുള്ളൂ. എന്റെ അമ്മ ആരെയെന്ന് ചോദിച്ചപ്പോൾ എന്റെ അമ്മ മരിച്ചുപോയെന്ന് പറഞ്ഞു. ഞങ്ങൾ 6 സഹോദരങ്ങള്. അച്ഛൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ അമ്പലങ്ങളിൽ പൂജയും കർമ്മവും ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയെന്ന് പറഞ്ഞു. ഒരു അമ്മയുടെ സ്നേഹമോ അച്ഛന്റെ സ്നേഹമോ ലഭിക്കാതെ വന്ന ഞങ്ങൾ 6 സഹോദരങ്ങള് ഒരു കുത്തിമറച്ച പോലെ ചെട്ടിനകത്ത് നാട്ടുകാർ ഞങ്ങളെ ഇട്ടിരിക്കുമ്പോൾ നാട്ടുകാർ പറഞ്ഞു, 6 പട്ടിക്കുട്ടികളും ഇവിടെ കിടന്ന് ചത്തു നാറും, പക്ഷേ 6 പട്ടിക്കുട്ടികളെ ആരെങ്കിലും ഏറ്റെടുക്കണമെന്ന് കട്ടക്കോട് ഗവൺമെന്റിൽ പോയി പറഞ്ഞപ്പോൾ ഞങ്ങളെ ഗവൺമെന്റുകാർ യേശു ഞങ്ങളെ വിട്ടില്ല. പക്ഷേ ഞങ്ങൾ 6 പേർക്ക് അമ്മയില്ല അപ്പനില്ല. ആ പാട്ട ദൈവദാസൻ ഇവിടെ പാടിയത്. ഒരു നേരത്തെ ഭക്ഷണം തരുവാൻ ആരുമില്ല, ഒരു വസ്ത്രം തരുവാൻ ആരുമില്ല. ഞങ്ങൾ കരയുമ്പോൾ നീ എന്തിനെ കരയുന്നു എന്ന് ചോദിപ്പാൻ ഞങ്ങൾക്ക് ആരുമില്ല. പക്ഷേ ഞങ്ങളുടെ കടലിൽ കണ്ടൊരു കർത്താവുണ്ട്. ആ കർത്താവ് ഞങ്ങളെ ഇന്നയോളം നടത്തുന്നത്. നാട്ടുകാർ പറഞ്ഞു, കോഴി അടവച്ചു വിട്ടു, തള്ളക്കോഴി ചത്തുപോയി. ഇത് 6 കുഞ്ഞുങ്ങളും ചത്തുപോകും, ഒന്നുപോലെ രക്ഷപ്പെടില്ലെന്ന്. പ്രിയ ദൈവസഭയെ ലോകത്തിന്റെ വിധികളെ തിരുത്തി എഴുതിക്കൊണ്ട് എന്റെ പ്രാണപ്രിയൻ ഞങ്ങൾ 6 എണ്ണവും ചത്തുപോകാതെ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി ഞങ്ങളെ കർത്താവ് രക്ഷിച്ചു. ആദ്യമായിട്ട് ഞങ്ങൾ എന്റെ അച്ഛനൊരു മദ്യപാനിയായിരുന്നു. എന്റെ അമ്മയെ വസ്തുക്കളെല്ലാം വിറ്റ് നശിപ്പിച്ച് എന്റെ അമ്മയെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ഞങ്ങളെ 6 എണ്ണത്തെ വാരി കിണറ്റിനകത്തിട്ടിട്ട് എന്റെ അമ്മയും കൂടെ കിണറ്റിൽ ചാടി മരിക്കുവാൻ വേണ്ടി പലവട്ടം കിണറ്റിങ്കര വരെ പോയിട്ട് തിരിച്ചു വരുമെന്ന്. പക്ഷേ എന്റെ അമ്മ ഞങ്ങളെ കിണറ്റിനകത്തിട്ടിട്ട് അമ്മ മരിച്ചില്ല. എന്റെ അമ്മ മരിച്ചുപോയി. ഞങ്ങൾ 6 എണ്ണത്തെ കിണറ്റിനകത്ത് വാരിയിട്ടില്ല.
വർഷങ്ങളോടെ കരഞ്ഞതാ. കരഞ്ഞപ്പോൾ എന്റെ യേശു എന്നെ തേടി വന്നു. എന്റെ യേശു എന്നെ നേരിട്ടൊരു അഭിഷേകം ചെയ്തു. ആ അഭിഷേകം എന്റെ സ്ഥിതി മാറ്റി, എന്റെ ജീവിതം മാറ്റി. ബാക്കി എന്റെ 5 സഹോദരങ്ങൾ ഈ രക്ഷയിലേക്ക് കടന്നു വന്നു. എന്റെ അച്ഛൻ അവസാനമായി ഞങ്ങൾ 6 എണ്ണത്തിന്റെ കാര്യത്തിനില്ലായിരുന്നു. അവസാനം ഞങ്ങൾ 6 എണ്ണത്തിന്റെ കാര്യം കഴിഞ്ഞപ്പോൾ എന്റെ അച്ഛൻ കടന്നു വന്നിട്ട് എന്റെ വീട്ടിൽ ആത്മഹത്യക്ക് വേണ്ടി പദ്ധതി ഒരുക്കുകയാണ്. ഞാൻ പറഞ്ഞു, അച്ഛാ ആത്മഹത്യ അല്ല നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഏക ഉത്തരം ക്രിസ്തു. ഞാൻ സേവിക്കുന്ന യേശുവിനെ സേവിച്ചാൽ യേശു നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയുവാനിടയായി. ഞാൻ പോകുന്ന പേയോട് പള്ളിമുക്കേജി സഭയിൽ കൊണ്ടുകൊടുത്തു. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിന്റെ വേല ചെയ്തു. അവസാന പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞ എന്റെ അച്ഛനെ കർത്താവ് അഭിഷേകന്മാർ യാത്ര അയച്ചു. പ്രിയ ദൈവസഭയെ, അനാഥത്വം അനുഭവിക്കുന്ന എന്റെ കുടുംബമാണോ? അഭിഷേകൻ പാടിയതുപോലെ അപ്പനില്ല അമ്മയില്ലാതെ നീ എന്ന അനാഥത്വത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ? നിനക്ക് വേണ്ടി ഒരു കർത്താവുണ്ട്. നിന്നെ കരുതുന്ന ഒരു രക്ഷകനുണ്ട്. നിന്നെ വിടുവിക്കുന്ന ഒരു കർത്താവുണ്ട്. എന്നെ രക്ഷിച്ച യേശു നിന്നെ രക്ഷിപ്പാനിടയാണോ? ഒരക്ഷരം അറിഞ്ഞുകൂടാത്ത എന്റെ ജീവിതമുണ്ടല്ലോ, ഒരു 7 മടങ്ങ് തീച്ചുളയ്ക്കാത്ത 3 വാഹന്മാരെ വലിച്ചെറിഞ്ഞതുപോലെ ഒരു കാലഘട്ടമായപ്പോൾ എന്നെ വലിച്ചെറിഞ്ഞു. ആ വാഗ്ദാനങ്ങളെ കെട്ടണ്ടല്ലോ. 7 മടങ്ങ് തീച്ചുളയ്ക്കകത്ത് വീണപ്പോൾ ആ വാഗ്ദാനങ്ങളെ കെട്ടഴിഞ്ഞു. ഞാൻ എന്റെ യേശു പപ്പയുമായി പുറത്തു വന്നപ്പോൾ ഒരു വചനം വെളിപ്പാടാ യേശു എനിക്ക് തന്നത്. ആ വചന വെളിപ്പാടാ ചില ഇടങ്ങളിൽ ചില സഭകളെ രൂപീകരിക്കുമ്പോൾ അനേകം കൺവെൻഷൻ വേദികളിലോ അനേകം ഉന്നതന്മാരുടെ ഭവനത്തിലോ ആമേൻ യേശു എന്നെ നടത്തുന്നുണ്ട്. ആമേൻ. എന്നെ വിടുവിച്ച യേശു, എന്റെ വിദ്യാഭ്യാസം യേശു ചോദിക്കുന്നില്ല. നിന്റെ സൗന്ദര്യം യേശു ചോദിക്കുന്നില്ല. നിന്റെ സ്ഥാനമാനം യേശു ചോദിക്കുന്നില്ല. നിന്റെ പ്രൗഢി യേശു ചോദിക്കുന്നില്ല. ഇന്ന് മുതലിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും എന്റെ രക്ഷകന്റെ മുൻപിലേക്ക് ഒന്ന് സമർപ്പിക്കാൻ കഴിയുമോ? എന്നെ വിടുവിച്ച യേശു നിങ്ങളെ വിടുവിക്കും. ആമേൻ. ഇന്ന് മകൾക്കാലം നമുക്ക് എല്ലാവർക്കും ഓരോ നിമിഷം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കാലൂന്നി യേശുവിന്റെ കാലൂന്നി എഴുന്നേറ്റ് ഈ ആലയത്തിനകത്ത് ഇനി ചിലത് കടന്നു വന്ന് കാലൂന്നി എഴുന്നേറ്റ് നിൽക്കും. ആമേൻ. 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 ചിലത് ജീവൻ പ്രാപിക്കും. ആമേൻ. ഇന്ന് മകൾക്കാലം നമുക്കൊരു പാട്ടിന്റെ ഈരടികൾ പാടി